ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നേ ഒരു പെർഫ്യൂം റിവ്യൂ പറയാമെന്ന് വെച്ചേ. എനിക്ക് ഒത്തിരി പെർഫ്യൂംസ് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ലൊരു കളക്ഷൻ ഓഫ് പെർഫ്യൂംസ് ഉണ്ട്. നമുക്ക് ബെസ്റ്റ് ടൈം പെർഫ്യൂം മേടിക്കാൻ എന്നുള്ളത് നമ്മുടെ ബ്ലാക്ക് ഫ്രൈഡേ ഉള്ള വീക്കാണ്. അത്യാവശ്യം നല്ല വിലക്കുറവിന് നമുക്ക് പെർഫ്യൂംസ് കിട്ടും, പെർഫ്യൂം ഷോപ്പിൽ നിന്ന് അല്ലെങ്കിൽ ബൂട്ട്സിൽ നിന്നൊക്കെ. അപ്പോൾ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് ക്ലോയി എന്നുള്ളതാണ്. നല്ല ലെമൺ, സിഡാർവുഡ്, പച്ചോളിയുടെയൊക്കെ ഒരു നല്ല മണമുള്ള, ഗ്രേപ്പ് ഫ്രൂട്ടിൻ്റെയൊക്കെ മണമുള്ള ഒരു ഭയങ്കര നല്ല സ്മെല്ലുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണിത്. നിങ്ങൾക്ക് കണ്ടാലും തന്നെ അറിയാം, ഞാൻ അധികം യൂസ് ചെയ്തിട്ടില്ല. ഇതിൻ്റെ ഫേവറേറ്റ് പെർഫ്യൂമാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ഡീമെറിറ്റ് എന്ന് പറയുന്നത് ഇത് ലോങ് ലാസ്റ്റിംഗ് അല്ല. 4 hours മാത്രമേ സ്കിന്നിൽ, 4 to 6 hours സ്കിന്നിൽ നിൽക്കത്തുള്ളൂ. പിന്നെ ക്ലോത്ത്സിൽ ഇത് 12 hours നിൽക്കും കേട്ടോ. അടുത്ത പെർഫ്യൂമും അതേപോലെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഖയാലി, അത്യാവശ്യം വിലയുള്ള പെർഫ്യൂമാണ്. ഇത് ഓതെ പെർഫ്യൂം അല്ല, ഇത് പെർഫ്യൂമാണ്. അപ്പം ഇതിൻ്റെ ഓയിൽ കണ്ടൻറ്റ് കൂടുതലുള്ളതാണ്. ഇത് വാനില 28 എന്ന് പറയുന്ന നമ്പറാണ്. വളരെ വളരെ നല്ല ഒരു പെർഫ്യൂമാണ്. ലോങ് ലാസ്റ്റിംഗ് ആണ്. കുളിച്ചില്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൽ 2 ദിവസം വരെ നിൽക്കും. നമ്മുടെ ക്ലോത്ത്സിൽ ഈവൻ 1 ആഴ്ച വരെ വേണമെങ്കിലും നിൽക്കും. അടിപൊളി പെർഫ്യൂമാണ് കേട്ടോ. നെക്സ്റ്റ് വൺ ഞാൻ പറയാൻ പോകുന്നത് ഗുച്ചിയുടെ ഗിൽറ്റിയാണ്. ഇതും വളരെ നല്ല പെർഫ്യൂമാണ്. കുറച്ച് വുഡി ഫ്ലോറൽ സ്മെല്ലുള്ളൊരു പെർഫ്യൂമാണ്. അടിപൊളി പെർഫ്യൂമാണ്. ലോങ് ലാസ്റ്റിംഗ് ആണ്. 12 hours പ്ലസ് സ്കിന്നിൽ നിൽക്കും. നമ്മുടെ ക്ലോത്ത്സിൽ 24 hours പ്ലസ് നിൽക്കും. അടിപൊളിയാട്ടോ. Thank you for watching. Bye.